بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് സൂറത്തുൽ മുഅ്മിനൂൻ തുടങ്ങുകയാണ്. സൂറത്തുൽ മുഅ്മിനൂൻ, ഇവിടെ ഈ സൂറത്തിന് ഈ പേര് വരാൻ എന്തായിരിക്കും കാരണം? സൂറത്തുൽ ഫാത്തിഹക്ക് ആ പേര് വരാൻ കാരണം ഫതഹ എന്നാൽ തുറക്കുന്നത്, പ്രാരംഭം എന്നാണ് അർത്ഥം. ഖുർആൻ ആരംഭിക്കുന്നത് സൂറ അൽ ഫാത്തിഹ കൊണ്ടാണ്. അതുപോലെ അൽ ബഖറ സൂറത്തിന് ആ പേര് വരാൻ കാരണം അതിലൊരു പശുവിനെ അറുക്കുന്ന സംഭവമുണ്ട്. ഇതുപോലെ സൂറത്തു ആലി ഇമ്രാൻ, സൂറ നിസാ, ഇങ്ങനെ ഓരോ സൂറത്തിനും ആ പേര് വരാൻ ഒരു കാരണമുണ്ട്. സൂറത്തുൽ മുഅ്മിനൂന് ആ പേര് വരാനുള്ള കാരണം സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. അപ്പോൾ ഈ സൂറത്ത് നമ്മുടെ എല്ലാം മനസ്സിൻ്റെ അങ്ങേയറ്റത്തെ ആഗ്രഹം സഫലമാക്കുന്ന സൂറത്താണ്. എന്താണ് നമ്മളുടെ ആഗ്രഹം? നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ പല ആഗ്രഹങ്ങളും ഉണ്ടാകും. എന്നാലും നമുക്കെല്ലാവർക്കും കൂടി പൊതുവായിട്ടുള്ള വലിയ ഒരു ആഗ്രഹമുണ്ട്. അതാണ് ഈ ഖുർആൻ ക്ലാസ്സിൽ നമ്മളെ എല്ലാവരെയും എത്തിച്ചത്. അത് ഒരു മുഅ്മിനായി മരിക്കുക എന്നതാണ്. നമുക്ക് എപ്പോഴും മരണത്തിൻ്റെ പേടിയാണ്. നെഞ്ചിലൂടെ ഒരു ഗ്യാസ് കയറിയാൽ ഹാർട്ട് അറ്റാക്കാണോ എന്ന് ബേജാറാണ്. തലേന്ന് കറങ്ങിയാൽ നമ്മളിതാ മരിക്കാൻ പോവുകയാണോ എന്ന തോന്നലാണ്. സഹോദരികളെ, നമ്മളെല്ലാവരും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മരണം ഉണ്ട്. ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട്. സൂറത്തുൽ ജുമുഅ 8-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖുൽ, പറയുക പ്രവാചകരെ, ഇന്നൽ മൗത്ത്, തീർച്ചയായും മരണം, അല്ലദീ തഫിറൂന മിൻ, ആ ഏതൊന്നിൽ നിന്നാണോ നിങ്ങൾ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത്, ഫഇന്നഹു മുലാഖീകും, ആ മരണം തീർച്ചയായും നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സുമ്മ, അതിനുശേഷം, മരണശേഷം, തുറദ്ദൂന, നിങ്ങൾ മടക്കപ്പെടും, ഇല ആലിമിൽ ഗൈബി വശഹാദ, രഹസ്യവും പരസ്യവും അറിയുന്ന ഒരുവനിലേക്കാണ് പിന്നീട് നിങ്ങൾ മടക്കപ്പെടുന്നത്. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, അന്ന് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ കുറിച്ച് അവൻ നിങ്ങളെ വ്യക്തമായി അറിയിക്കുന്നതാണ് എന്ന്. അപ്പോൾ ഈ മരണം എന്നത് അള്ളാഹു ഖുർആനിൽ വ്യക്തമായി പറഞ്ഞതാണ്. അതിനാൽ നമ്മുടെ മരണം എങ്ങനെ, എവിടെ വെച്ച് നമുക്കറിയില്ല. റോഡിൽ വെച്ചാണോ, വീട്ടിൽ വെച്ചാണോ, കുളത്തിൽ വെച്ചാണോ, പുഴയിൽ വെച്ചാണോ, കടലിൽ വെച്ചാണോ, ആകാശത്ത് വെച്ചാണോ, നമുക്കറിയില്ല. എവിടെ വെച്ചാണെങ്കിലും നമ്മുടെ ഈ അടങ്ങാത്ത ആഗ്രഹം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലി ഈമാൻ കിട്ടി മരിക്കുക എന്ന ആ ആഗ്രഹം, ആ ആഗ്രഹത്തിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ അതിന് നന്നായിട്ട് പണിയെടുക്കണം. ഏതൊരു സ്വപ്നവും യാഥാർത്ഥ്യമാവണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റും. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പഠിക്കേണ്ട സൂറത്താണ് സൂറത്തുൽ മുഅ്മിനൂൻ. നമുക്കൊക്കെ ഓരോ അഡ്രസ്സ് ഉണ്ട് അല്ലേ? ഓരോരുത്തർക്കും അവനവൻ്റെ വീട്ടുപേരോ ഉപ്പാൻ്റെ പേരോ ഒക്കെ കൂടെ ഉണ്ടാവും. എന്നാൽ അങ്ങനെയുള്ള നമുക്ക് എല്ലാവർക്കും കൂടി നമ്മൾ ഏതൊരു
ആദർശത്തിലാണെങ്കിലും സുന്നി, മുസ്ലിം, ജമാഅത്ത്, മുജാഹിദ് ഇങ്ങനെ ഏതൊന്നിലാണെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉള്ളവരാണ് നമ്മളെങ്കിൽ ആ നമ്മുടെയൊക്കെ ഉള്ള ഈ സ്വപ്നാണ് മുഅ്മിനാവുക എന്നുള്ളത്. നമ്മുടെ അഡ്രസ്സ് അതാണ്, മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ എന്ന്. അപ്പോൾ നമുക്ക് ഈമാൻ കിട്ടാതെ മരിക്കാൻ എന്തൊക്കെ കാരണങ്ങളുണ്ടോ ആ കാരണങ്ങളെക്കുറിച്ചെല്ലാം ഈ സൂറത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ ഈ സൂറത്ത് പഠിക്കുമ്പോൾ നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ വീട്, കുടുംബം, മക്കൾ, ജോലി, തോട്ടങ്ങൾ, സ്ഥാപനങ്ങൾ ഇതെല്ലാം നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാൻ കാരണമായേക്കാം. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സൂറത്ത് അൽ ഇസ്രായിലെ 203 ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വഇദാ ഖുരിഅൽ ഖുർആൻ, നിങ്ങൾക്ക് ഖുർആൻ വായിച്ച് കേൾപ്പിക്കപ്പെട്ടാൽ ഫസ്തമിഉ ലഹ്, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. വഅൻസിതു, നിങ്ങൾ നിശബ്ദരാകണം, അവിടെ ബഹളം ഉണ്ടാക്കരുത്. ലഅല്ലകും തുർഹമൂൻ, അങ്ങനെയായ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിച്ചേക്കാം എന്നാണ്. അപ്പോൾ ഖുർആൻ പഠിക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മളെ ഹൃദയം കൊടുക്കണം. സമ എന്ന് പറഞ്ഞാൽ വെറും കേൾവിയാണ്. ഇസ്തിമ എന്ന് പറഞ്ഞാൽ അത് മാത്രം കേൾക്കലാണ്. അപ്പോൾ അത്രയും ഏകാഗ്രതയോടെ നമ്മൾ അതിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കണം, നിശബ്ദരാകണം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് റഹ്മത്ത് ലഭിച്ചേക്കാം എന്നാണ് സൂറത്തു അറാഫിലെ 203 ആയത്തിൽ അള്ളാഹു നമ്മളോട് പറയുന്നത്. ഇനി ഒരാള് മുഅ്മിനാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്ന സമയം അയാളുടെ മരണമാണ്. സൂറത്ത് നിസായിലെ 137 ആയത്തിൽ അള്ളാഹു പറയാണ്, ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിക്കുകയും, സുമ്മ കഫറു, പിന്നീട് അവിശ്വസിക്കുകയും, സുമ്മ ആമനു, പിന്നീട് വിശ്വസിക്കുകയും, സുമ്മ കഫറു, പിന്നീട് അവിശ്വസിക്കുകയും, സുമ്മ, പിന്നീട് ഇസ്ദാദു കുഫ്ര, അവിശ്വാസം വർദ്ധിക്കുകയും ചെയ്ത ആളുകളുണ്ടല്ലോ, അവര് ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയേയില്ല, വല ലിയഹ്ദിയഹും സബീല, അവരെ അവൻ നേരായ വഴിയിൽ ചേർക്കുകയുമില്ല എന്ന്. ഇപ്പോൾ പലരും ഖുർആൻ ക്ലാസ്സിലേക്കൊക്കെ ആദ്യം വന്നവരാവും, പിന്നീട് അവർക്ക് അതിലോടൊരു മടുപ്പ് തോന്നുക, പിന്നെ ഇന്ന് വിട്ടുപോവുക, പിന്നെ കുറേ കഴിയുമ്പോൾ പിന്നെ ഒന്ന് വന്നു നോക്കുക, പിന്നെ ഇന്ന് വിട്ടുപോവുക. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. കാരണം അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കില്ല, അവരെ നേരായ വഴിയിൽ ചേർക്കില്ല. സഹോദരന്മാരെ, ഹിദായത്ത് എന്ന് പറയുന്നത് മഹത്തായ ഒരു സൗഭാഗ്യമാണ്. ഒരു മനുഷ്യന് ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണത്. അത് അള്ളാഹുവിന് മാത്രം നൽകാൻ കഴിയുന്നതും കിട്ടിയ ആളുകൾ കളങ്കപ്പെടാതെ സൂക്ഷിക്കേണ്ടതുമാണ്. അപ്പം ഈ സന്മാർഗത്തിലേക്കാണ് അള്ളാഹു ഖുർആനിലൂടെ നമ്മളെ ക്ഷണിക്കുന്നത്. ആ സന്മാർഗത്തിൽ നിന്ന് തെറ്റിക്കാനാണ് ശൈത്താൻ എപ്പോഴും പണിയെടുക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചില കാര്യങ്ങളെ നമ്മൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം. ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ സൂറത്ത് അങ്ങനെ ഒരു ഘടനയാണ്. സൂറത്തിൻ്റെ തുടക്കത്തിൽ മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ സൂറത്ത് അവസാനിക്കുന്നതോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടാണ്. അതാണ് മുഅ്മിനായി മരിച്ച ഒരാൾക്ക് വേണ്ടി ബാക്കിയുള്ള ആളുകൾക്ക് ചോദിക്കാനുള്ളത്. 2 കാര്യങ്ങളാണ്. 1 മഗ്ഫിറത്താണ്, 2 മർഹമത്താണ്. ഈ മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹുവിനോട് ചോദിക്കുന്ന പ്രാർത്ഥന പഠിപ്പിച്ചിട്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ റബ്ബിനോട് പ്രാർത്ഥിക്കണം. പടച്ചവനെ, എനിക്കിത്
നിലനിർത്തി തരണേ എന്ന്. നമ്മുടെ റബ്ബ് റഹ്മാനാണ്. ആ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ കാരുണ്യം അല്ലമൽ ഖുർആൻ. നമ്മൾ സൂറത്തു റഹ്മാനിൽ പഠിക്കുന്നില്ലേ, അർ റഹ്മാൻ, അടുത്ത ആയത്തിൽ അല്ലമൽ ഖുർആൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഇത് മനോഹരമായ ആയത്തുകളാണ് സൂറത്തു റഹ്മാനിൻ്റെ. അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ സൂറത്തു റഹ്മാൻ ഇറങ്ങിയപ്പോൾ അദ്ദേഹം അങ്ങാടിയിലേക്ക് ഓടിയെന്നാണ്. എന്നിട്ട് അവിടെ നിന്ന് ഈ ആയത്ത് ഉറക്ക ഓതുകയാണ്. അത് കേട്ട മുശ്രിക്കീങ്ങൾ ഇബ്നു മസ്ഊദിനെ എറിഞ്ഞ് അവിടുന്ന് ഓടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ പള്ളിയിലെത്തിയപ്പോൾ സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, അല്ല എന്തിനാണ് നിങ്ങൾ ഈ പണിക്ക് നിന്നത്, അപ്പോൾ കുറേ ഏറൊക്കെ കിട്ടിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്ക് ഏറ് കിട്ടിയതിലൊന്നല്ല വിഷമം, മറിച്ച് അത് മുഴുവനും ഓതി കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നതാണ് എൻ്റെ സങ്കടം എന്ന്. അദ്ദേഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇവർ രണ്ടുപേരും കൂടി ഉഹുദ് മലയുടെ മുകളിൽ കയറി. എന്നിട്ട് റസൂലുള്ള ഉഹുദിനോട് പറയാണ്, ഉഹുദേ, നാളെ നിന്നെക്കാളും ഭാരമുണ്ടാകും മഹ്ശറയിൽ ഇബ്നു മസ്ഊദിൻ്റെ അമലുകൾക്കെന്ന്. അദ്ദേഹം വളരെ ദുർബലനായൊരു മനുഷ്യനാണ്, ഒരു കാറ്റടിച്ചാൽ പാറിപ്പോവും അത്ര ദുർബലൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അമലുകൾക്ക് നാളെ മഹ്ശറയിൽ ഉഹുദ് മലയേക്കാളും ഭാരമുണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ജീവിതത്തിൽ തഖ്വ പുലർത്തി മുഅ്മിനായി മരണപ്പെട്ടു പോവണമെങ്കിൽ നമ്മൾ ഖുർആൻ പഠിക്കാൻ തയ്യാറാകണം. ഇനി നമ്മൾ ഈ ഖുർആൻ പഠിക്കുന്നില്ലെങ്കിൽ നമ്മൾ എത്രയോ ആളുകളെ ഖുർആൻ ക്ലാസ്സിലേക്ക് ക്ഷണിക്കും, പക്ഷേ അവരൊന്നും വരാൻ തയ്യാറാവുന്നില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു നൽകിയ റഹ്മത്ത് വേണ്ടാന്ന് വെക്കലാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ അതിൻ്റെ ഒരു ഗൗരവം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണ്ട എന്ന് വെച്ച ആളെ അള്ളാഹു പരിഗണിക്കില്ല. അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പറയാൻ തന്നെ കാരണം, അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു അത്ര, അല്ലാഹുമ്മ സിദ്ന ഈമാന, അല്ലാഹുമ്മ സിദ്ന ഈമാനൻ വയഖീനൻ വഫിഖഹ. 3 കാര്യങ്ങളുടെ വർധനവിനെ സഹബാക്കളൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചിരുന്നു. അല്ലാഹുമ്മ സിദ്ന ഈമാന, അള്ളാഹുവെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് തരണമേ. സിദ്ന യഖീന, പഠിച്ചവനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൃഢവിശ്വാസത്തെ ഉറപ്പിച്ച് തരണമേ, വർദ്ധിപ്പിച്ച് തരണമേ. ദൃഢവിശ്വാസം എന്ന് പറഞ്ഞാൽ ഗൈബിയായ കാര്യങ്ങളുണ്ടല്ലോ, സ്വർഗം, നരകം, വിചാരണ, അപ്പോൾ ഇതൊക്കെ സത്യമാണെന്നുള്ള ആ ഒരു ദൃഢവിശ്വാസം ഞങ്ങളിൽ വർദ്ധിപ്പിച്ച് തരണമേ. പിന്നെ സിദ്ന ഫിഖ്ഹ, ദീനിയായ വിജ്ഞാനം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരണമേ എന്ന്. അപ്പോൾ ഇത് ഖുർആനിൻ്റെ ആകെ തുകയാണ് ശരിക്ക്. അപ്പോൾ ഖുർആൻ പഠിച്ചാലല്ലേ നമുക്ക് നമ്മുടെ ഈമാനും നമ്മുടെ ദൃഢവിശ്വാസവും നമ്മളുടെ ഫിഖ്ഹിലൊക്കെ വർധനവുണ്ടാവുള്ളൂ. ഇന്ന് പ്രത്യേകിച്ചും നമ്മുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് പല സംശയങ്ങളും ആളുകൾ ഇട്ടുകൊടുക്കുന്ന കാലമാണ്. മതനിരാസത്തിൻ്റെയും ദൈവനിഷേധത്തിൻ്റെയും ഒക്കെ കാലഘട്ടമാണ്. യഖീൻ വർദ്ധിക്കേണ്ട കാലഘട്ടമാണിത്. അപ്പോൾ ഈ പ്രാർത്ഥന പതിവാക്കേണ്ടതും പ്രധാനപ്പെട്ടതാണ്. ഇത് ഹദീസിൽ വന്നിട്ടുള്ള പ്രാർത്ഥനയല്ല, ഇത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ്, റസൂലുള്ളാഹി ചൊല്ലിയിട്ടുള്ളതല്ല. സൂറത്തുൽ മുഅ്മിനൂൻ സൂറത്തുൽ ഹജ്ജ് കഴിഞ്ഞ തൊട്ട് ഉടനെ ആരംഭിക്കുന്ന സൂറത്താണ്. ഹജ്ജ് കഴിയുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പറയുന്നു. ശരിക്ക് അള്ളാഹുവും റസൂലും പറഞ്ഞതുപോലെ പഠിപ്പിച്ചത് പ്രകാരം ഹജ്ജ് നിർവഹിച്ച ഒരാളാണെങ്കിൽ അയാൾ ഉമ്മ പ്രസവിച്ച ഒരു കൊച്ചു കുഞ്ഞിങ്ങനെ അത്രയും നിഷ്കളങ്കനായി പാപരഹിതമായ ഒരു ഹൃദയമായിട്ടാവും മടങ്ങുക എന്ന്. പിന്നെ അയാൾക്ക് സ്വർഗപ്രവേശനത്തിനുള്ള
ആകെയുള്ള തടസ്സം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മരണമായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സൂറത്ത് നമ്മൾ ഹജ്ജ് ചെയ്യാത്തവരാണെങ്കിലും ഹജ്ജ് പഠിച്ചു കഴിഞ്ഞ ആളുകളാണ്, സൂറത്തുൽ ഹജ്ജ് പഠിച്ചു കഴിഞ്ഞവരാണ്. അതിൻ്റെ തുടക്കം തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കുക, അന്ത്യനാൾ അതിഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് സൂറത്തുൽ ഹജ്ജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തഖ്വയോടെയുള്ള ജീവിതം നമ്മൾ നിലനിർത്തിക്കൊണ്ടാണ്. അതിനു വേണ്ടിയിട്ടാണ് സൂറത്തുൽ ഹജ്ജ് അവസാനിച്ച ശേഷം സൂറത്തുൽ മുഅ്മിനൂൻ തുടങ്ങുന്നത്. ഒന്നാമത്തെ ആയത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നാണ്. അതുപോലെ അവസാനത്തെ ആയത്തിൽ അങ്ങനെ മുഅ്മിനായി മരണപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മഗ്ഫിറത്തിനെയും മർഹമത്തിനെയും ചോദിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ ആകെ കൂടി 118 ആയത്തുകളിൽ ബാക്കി രണ്ടാമത്തെ ആയത്ത് മുതൽ 117 ആയത്ത് വരെ അള്ളാഹു പറയുന്നത് ഈ ദുനിയാവിൽ നമുക്ക് ഈമാൻ നഷ്ടപ്പെടാവുന്ന വിഷയങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ജീവിച്ചു കഴിഞ്ഞു, ഇനി അത് തിരിച്ചു കിട്ടൂല. അതായത് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയും. അതുപോലെ കാര്യങ്ങളൊക്കെ മടക്കപ്പെടുന്നത് അള്ളാഹുവിലേക്കും ആണ് എന്ന് സൂറത്തുൽ ഹജ്ജിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ പഠിച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചിട്ടാണ് സൂറത്തുൽ ഹജ്ജ് അവസാനിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഒടുക്കം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ ഒടുക്കം പറയുന്നുണ്ട്, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടിയിട്ടാണ് എന്ന്. അതായത് മുഅ്മിനുകൾ ആണ് തുഫ്ലിഹീങ്ങൾ, വിജയിച്ചവർ. അപ്പോൾ ഈ അവസ്ഥ വേണമെങ്കിൽ എന്ത് വേണമെന്ന് അള്ളാഹു സൂറത്തുൽ ഹജ്ജിലെ 78 ആയത്തിൽ പറയുന്നുണ്ട്. വജാഹിദു ഫില്ലാ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഒരു ദീർഘമായൊരു ആയത്ത് സൂറത്തുൽ ഹജ്ജിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യേണ്ട പ്രകാരം ജിഹാദ് ചെയ്യണം. അപ്പം ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് ഖുർആൻ കൊണ്ടുള്ള ജിഹാദാണ്. അതായത് അപ്പോൾ മുഅ്മിനായി ജീവിച്ച് മരിക്കാനാണ് പ്രയാസം. അതാണ് ഏറ്റവും വലിയ ജിഹാദ്. ഇപ്പം നമ്മൾ യുദ്ധത്തിലേക്ക് ഇറങ്ങി വാളെടുത്ത് ഷഹീദാവുമ്പോൾ വലിയ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ വലിയ കാര്യമാണ് ജീവിതത്തിലെ ഇച്ഛകളോടൊക്കെ ജിഹാദ് ചെയ്തുകൊണ്ട് ഒരു യഥാർത്ഥ മുഅ്മിനായിട്ട് ജീവിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ചും നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലൊക്കെ. അതുപോലെ 78 ആയത്തിൽ റസൂല് നമുക്ക് മാതൃകയായതുപോലെ നമ്മൾ മറ്റു സത്യവിശ്വാസികൾക്ക് മാതൃകയാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്, മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ജീവിക്കുക എന്നുള്ളത്. വഅതസിമു ബില്ലാഹി ജമീഅ, അപ്പോൾ എന്താണ്? വഅതസിമു ബില്ലാഹി ഹുവ മൗലാക്കും ഫനിഅമൽ മൗല വനിഅമൻ നസീർ എന്നാണ് അള്ളാഹു പറയുന്നത് അല്ലേ. നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കണം. അള്ളാഹുവിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഈ ഖുർആനിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു നമ്മുടെ യജമാനനാണ്. എത്ര നല്ല യജമാനൻ, എത്ര നല്ല സഹായി എന്ന് പറഞ്ഞാണ് സൂറത്തുൽ ഹജ്ജ് അവസാനിക്കുന്നത്. അപ്പോൾ നമ്മളിനി തുടർന്നുള്ള ക്ലാസ്സിൽ സൂറത്തുൽ മുഅ്മിനൂനാണ് പഠിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയത് അള്ളാഹുവിനറിയാം. നമ്മളിനി എത്ര കാലം ജീവിക്കുമെന്നും അള്ളാഹുവിനറിയാം. എത്ര കാലം നമ്മൾ ജീവിച്ചാലും ജീവിക്കുന്ന കാലം അത്രയും മുഅ്മിനായി തന്നെ ജീവിക്കാനും നമ്മൾ ശ്രമിക്കണം. അതിന് നമ്മളെ പ്രാപ്തരാക്കുന്ന സൂറത്താണ് സൂറത്തുൽ മുഅ്മിനൂൻ. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഇതിലൊരുപാട് പ്രാർത്ഥനകളുണ്ട്. അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പലതും പടച്ചവനോട് പ്രാർത്ഥിച്ച് നേടാൻ നമുക്ക് പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് എങ്ങനെയാണ് വിജയികളാകാൻ കഴിയുക, മുഅ്മിനാകാൻ പറ്റുക, നല്ലൊരു മുഅ്മിനായി ജീവിക്കാനും മരണപ്പെടാനും എങ്ങനെയൊക്കെയാണ്, നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി വരും ക്ലാസ്സുകളിൽ പഠിക്കാം
സർവാധിനാഥനായ നാഥൻ നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.